നമസ്കാരം. ഭാരത് ലീവിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല മുൻ വൈസ് ചാൻസലർ എം.ആർ. ശശീന്ദ്രനാഥിന് ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. 30 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. വിദ്യാർത്ഥിയുടെ മരണത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്ത മുൻ ഡീനും അസിസ്റ്റന്റ് വാർഡനുമെതിരെ കൂടുതൽ നടപടിയെടുക്കുമെന്നാണ് സൂചന. ഡീൻ എം.കെ. നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ. കാന്തനാഥനുമെതിരെയാണ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അറിയിക്കാനും ചാൻസലർ നിർദ്ദേശം അറിയിച്ചിട്ടുള്ളത്. ഡീൻ എം.കെ. നാരായണനും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ആർ. കാന്തനാഥനുമെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് അറിയിക്കാനും ചാൻസലർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗവർണർ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം വിസിക്ക് കൈമാറിക്കഴിഞ്ഞു. ജസ്റ്റിസ് എ. ഹരിപ്രസാദ് കമ്മീഷനാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിന് സാക്ഷികളായ വിദ്യാർത്ഥികളടക്കം 28 പേരുടെ മൊഴികളാണ് കമ്മീഷൻ എടുത്തത്. വിസി അടക്കമുള്ളവരെ 2 തവണ കമ്മീഷൻ കേട്ടു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹോസ്റ്റലിലെ 2 പാചകക്കാർ, ആംബുലൻസ് ഡ്രൈവർ, ടെക്നീഷ്യൻ, സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ എന്നിവർ മൊഴി നൽകി കഴിഞ്ഞു. വിവരങ്ങൾ രഹസ്യമായി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട മൊഴി നൽകിയ അധ്യാപകരുമുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികളും തങ്ങളെ കേൾക്കണമെന്നാവശ്യപ്പെട്ട കമ്മീഷന് മുൻപിലെത്തിയെങ്കിലും കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ ഇവരെ കേൾക്കാനാവില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ഡോർമെട്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണം കൊലപാതകമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്.